വൈകുന്നേരം ഇങ്ങോട്ടായാൽ വല്ലാത്തൊരു വിശപ്പാണ് കേട്ടോ. അങ്ങനെ ഇരുന്ന് ആലോചിക്കും എന്ത് കഴിക്കാം എന്നുള്ളത്. അപ്പം ഇന്നാണെങ്കിലോ ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ ഭയങ്കര പൂതി. ഇന്നല്ല 2-3 ദിവസമായിട്ട് ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ വല്ലാത്തൊരു പൂതി ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഗോതിപ്പാലം ബീച്ചിൻ്റെ അവിടെയുള്ള ഒരു ഈറ്റ് അങ്ങനത്തെ അവിടുത്തെ ലോഡഡ് ഫ്രൈസ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് കഴിക്കാൻ ഭയങ്കര പൂതിയുണ്ട്. അപ്പം എന്തായാലും അത് കിട്ടൂലല്ലോ. അപ്പം ഇവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കനാകെ 2 പീസുള്ളതിന് കേട്ടോ. ഇത് നാളെ ഞാൻ ഇസാൻക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തു വിടാൻ വേണ്ടി വെച്ചിട്ടുള്ള ചിക്കനേനും. പക്ഷെ ഒരു നാളെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നതിനോണ്ട് ലഞ്ച് കൊടുത്തു വിടേണ്ട, അവിടുന്ന് ബിരിയാണി ഉണ്ട്. അപ്പോൾ ആ ഒരു ചിക്കൻ ഞാൻ കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മസാലയും കൂടി ആഡ് ചെയ്തു. കാരണം ഓനക്ക് കൊടുക്കുന്നതിനോണ്ട് തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. കുറച്ച് മുളക് പൊടിയും തൈരൊക്കെ ഇട്ടിട്ട് അത് കുഞ്ഞ് പീസാക്കി കട്ട് ചെയ്തിട്ട് അത് അവിടെ ഫ്രൈ ആക്കാൻ വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് മയണൈസും മസ്റ്റർഡ് സോസും കെച്ചപ്പും കൂടി മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ ചീസ് ഞാൻ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് തന്നെ കുറച്ചധികം കഷ്ടപ്പെട്ടു കേട്ടോ അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇതാ ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് എയർ ഫ്രയറിൽ വെക്കുന്ന ഈ ഒരു പേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ പാത്രം കഴുകണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം പാത്രമായി കഴുകാൻ. പിന്നെ പാത്രം കഴുകുന്ന ഡ്യൂട്ടി ഇപ്പോൾ എനിക്കല്ലാത്തതുകൊണ്ട് ഭയങ്കര സമാധാനമുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പാത്രം കഴുകി ചത്തു പോകുമെന്ന്. പാത്രം കഴുകിയിട്ട് ഇന്നേ വരെ ആരും ചത്തതായിട്ട് എനിക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷെ എനിക്കിഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഞാൻ കുറച്ച് ചീസും ആ ഒരു സോസും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ചിക്കനൊക്കെ ഇട്ടിട്ട് അതൊരു എയർ ഫ്രയറിലൊരു 5 മിനിറ്റ് ഒന്ന് റെഡിയാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നല്ല ഏലക്കായിട്ടൊരു ചായയും. അന്തസ്. അത് എൻ്റെ ഫേവറേറ്റ് കണ്ണൻദേവൻ ചായപ്പൊടിയിൽ ഉണ്ടാക്കിയ ചായയും അതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ പണി കഴിഞ്ഞു കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് ചായ കുടിക്കാനിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചായ കുടിച്ച് കഴിഞ്ഞ് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. ഇനിയിപ്പോൾ എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എയർ ഫ്രയറിൽ ചീസ് നല്ലപോലെ പെട്ടെന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കുന്നതാണ്. ആ ചീസ് വരുന്നത് കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. തട്ടിക്കൂട്ടാണെന്ന് പറയേയില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ.